നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. നിലമ്പൂരിൽ ഇപ്പോൾ പെൻഷൻ യുദ്ധം നടക്കുകയാണ്. സർക്കാരിൻ്റെ സാമൂഹ്യക്ഷേമ പെൻഷനും ക്ഷേമനിധി പെൻഷനും തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് വിതരണം ചെയ്യാൻ വേണ്ടി സർക്കാർ മനഃപൂർവ്വം വൈകുകയായിരുന്നുമാണ് കെ.സി. വേണുഗോപാലും വി.ഡി. സതീശനുമൊക്കെ ആരോപിച്ചത്. അങ്ങനെ പെൻഷൻ യുദ്ധമാണ് ഇപ്പോൾ നിലമ്പൂരിൽ നടക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതികരണങ്ങളുമായിട്ടാണ് CPM നേതൃത്വം രംഗത്തെത്തിയത്. കെ.സി. വേണുഗോപാൽ ഇന്നലെ പറഞ്ഞത് 2 പെൻഷനുകളും, ക്ഷേമനിധി പെൻഷനുകളും മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും കഴിഞ്ഞ 6 മാസമായി സർക്കാർ കൊടുത്തിട്ടില്ല. അത് മനഃപൂർവ്വം പിടിച്ചു വച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൻ്റെ ആ സമയത്ത് നൽകാൻ വേണ്ടി അതെല്ലാം പിടിച്ചു വച്ചിരിക്കുകയാണെന്നാണ് കെ.സി. വേണുഗോപാൽ പറഞ്ഞത്. ഇത് ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് CPM വലിയൊരു ആയുധമാക്കിയെടുത്തു. ജനങ്ങൾക്ക് സർക്കാർ കൈക്കൂലി നൽകുന്നു എന്ന ആരോപണം കെ.സി. വേണുഗോപാൽ ഉയർത്തിയെന്നാണ് ഇപ്പോൾ CPM കേന്ദ്രങ്ങൾ പറയുന്നത്. ജനങ്ങൾക്ക് നൽകേണ്ട പണം അല്ലെങ്കിൽ പെൻഷൻ തുക അത് കൈക്കൂലിയായിട്ട് കോൺഗ്രസ് വ്യാഖ്യാനിക്കുന്നു എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ CPM നേതൃത്വം ഉയർത്തുന്നത്. കഴിഞ്ഞ 6 മാസമായി നൽകാത്ത അല്ലെങ്കിൽ 5 മാസമായി നൽകാത്ത സാമൂഹ്യക്ഷേമ പെൻഷനും ക്ഷേമനിധി പെൻഷനും എന്തുകൊണ്ട് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വന്നതിന് ശേഷം നൽകുന്നു, കുടിശ്ശികയായി മുഴുവൻ നൽകുന്നു എന്ന ചോദ്യം കോൺഗ്രസ് നേതൃത്വം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിലമ്പൂരിൽ ഉയർത്തുന്നുണ്ട്. അതിനെതിരെ ഒരു മറുപടിയുമായി, ശക്തമായ മറുപടിയുമായാണ് ഇപ്പോൾ CPM നേതൃത്വം രംഗത്തെത്തിയിരിക്കുന്നത്. കെ.സി. വേണുഗോപാലും വി.ഡി. സതീശനുമുള്ള കോൺഗ്രസ് നേതൃത്വം ജനങ്ങളെ ആക്ഷേപിക്കുകയാണെന്നും ജനങ്ങൾക്ക് ഇടത് സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷൻ അല്ലെങ്കിൽ ക്ഷേമനിധി പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇവയെല്ലാം കൈക്കൂലിയായിട്ട് ഇവർ ജനങ്ങളുടെ മുന്നിൽ ചിത്രീകരിക്കുന്നുവെന്നും ഇത് ജനങ്ങളെ അപഹസിക്കുന്നതിന് തുല്യമാണെന്നുമാണ് CPM കേന്ദ്രങ്ങൾ പറയുന്നത്. ഈ പെൻഷനുകൾ അനാവശ്യമായിട്ട് നീട്ടിവെക്കുന്നതും പെൻഷൻ വിതരണം അനാവശ്യമായിട്ട് നീട്ടിവെക്കുന്നതും സർക്കാരിൻ്റെ സാമ്പത്തിക ഭദ്രതയിലുള്ള പ്രശ്നമാണ്. അതൊന്നും ഖജനാവിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പെൻഷൻ വിതരണം മുടങ്ങിപ്പോകുന്നതെന്നും ഒക്കെ പലപ്പോഴും സർക്കാർ പറയുമ്പോഴും തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് തന്നെയായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരത്തിൽ 6-7 മാസം, ഏതാണ്ട് 1 വർഷത്തോളം അങ്ങനെ ക്ഷേമ പെൻഷനുകൾ കുടിശ്ശിക വന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നിട്ട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടടുത്ത് തന്നെ ഈ കുടിശ്ശിക മുഴുവൻ വിതരണം ചെയ്യുകയുണ്ടായി. അപ്പോൾ ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു പെൻഷൻ ലഭിക്കുന്ന ആൾക്ക് 10,000-ഉം 15,000 രൂപയൊക്കെ കിട്ടുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ പെട്ടെന്ന് ജനങ്ങളുടെ കയ്യിലേക്ക് പണം വരുമ്പോൾ ഇത് സർക്കാർ തന്നതാണെന്നുള്ള ഒരു വ്യാഖ്യാനം വരുമ്പോൾ അത് ഭരണകക്ഷിക്ക് ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അതേതായാലും അത്തരത്തിലൊരു നീക്കം ഇനി നടത്താൻ പാടില്ല എന്ന രീതിയിലുള്ള വളരെ ശക്തമായൊരു പ്രതിഷേധം ഇക്കാലത്ത് കോൺഗ്രസ് ഉയർത്തുന്നുമുണ്ട്. എന്നാൽ CPM ഇതൊന്നും വകവച്ചിട്ടില്ല. കാരണം തങ്ങൾ കുടിശ്ശിക വന്ന ക്ഷേമ പെൻഷൻ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വിതരണം ചെയ്യുമെന്നും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുക എന്നുള്ളത് സർക്കാരിൻ്റെ കടമയാണെന്നും അത് ലഭിക്കേണ്ടത് ജനങ്ങളുടെ അവകാശമാണെന്നും അതുകൊണ്ട് കോൺഗ്രസ് തങ്ങളെ ഒന്നും പേടിപ്പിക്കാൻ വരണ്ട, അല്ലെങ്കിൽ കോൺഗ്രസ് ജനങ്ങളെ ആക്ഷേപിച്ചാൽ അതിൻ്റെ രാഷ്ട്രീയ തിരിച്ചടി കോൺഗ്രസിന് ഉണ്ടാകുമെന്നൊക്കെയാണ് CPM കേന്ദ്രങ്ങൾ പറയുന്നത്. ഏതായാലും ഈ ക്ഷേമ പെൻഷൻ യുദ്ധം ഇപ്പോൾ നിലമ്പൂരിൽ ഊർജിതമായി നടക്കുകയാണ്. ക്ഷേമ പെൻഷനുകൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് നൽകുന്നതിനെതിരെ ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി പറയുമെന്നൊക്കെ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞെങ്കിലും പിന്നീട് അവർക്ക് അതിൻ്റെ അപകടം മനസ്സിലായി. കാരണം കിട്ടുന്ന കാശ് ഒരുത്തിന് ഇല്ലാതാക്കി കഴിഞ്ഞാൽ അപ്പോൾ ജനങ്ങളുടെ സ്വഭാവം മാറും. ഇനിയിപ്പോൾ 6 മാസത്തെ കുടിശ്ശിക ഒരുമിച്ച് കിട്ടിയാൽ ജനങ്ങളെ സംബന്ധിച്ചുള്ളത് വളരെ സന്തോഷകരമാണ്. അത് നിലമ്പൂർ ഇലക്ഷനാണോ പിണറായിയുടെ തന്ത്രമാണോ ഒന്നും ആളുകൾ നോക്കിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുമ്പോൾ അതിനെതിരെ ഇലക്ഷൻ കമ്മീഷനിൽ പരാതി കൊടുക്കുന്നതൊക്കെ അബദ്ധമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ഏതായാലും കെ.സി. വേണുഗോപാൽ നടത്തിയെന്ന് പറയുന്ന സർക്കാർ ജനങ്ങൾക്ക് കൈക്കൂലി നൽകുമെന്നുള്ള ആരോപണത്തെ നല്ലൊരു രാഷ്ട്രീയ ആയുധമായി തേച്ചുമിനുക്കി ഉപയോഗിക്കാനാണ് ഇപ്പോൾ CPM ശ്രമിക്കുന്നത്. ക്ഷേമ പെൻഷനുകളെ കൈക്കൂലി എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയാണ് കോൺഗ്രസ് എന്നും ഇതിനുള്ള മറുപടി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണമെന്നൊക്കെയാണ് ഇപ്പോൾ CPM നേതൃത്വം പറയുന്നത്. ഏതായാലും ക്ഷേമ പെൻഷനുകൾ ഒരു പുതിയ രാഷ്ട്രീയ ആയുധമായി നിലമ്പൂരിൽ ഇപ്പോൾ തേച്ചു മിനുക്കിക്കൊണ്ടിരിക്കുകയാണ്.